സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ ജോലി സമയം ഉയർത്തിയതിൽ ഇടുക്കിയിലും പ്രതിഷേധം. ഡോക്ടർമാരുടെ സംഘടനയായ KGMOAയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ഉത്തരവ് കീറിക്കൊണ്ട് പ്രതിഷേധിച്ചു. സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവിലൂടെ ഡോക്ടർമാരുടെ ജോലി സമയം ഏകപക്ഷീയമായി ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് KGMOA ആരോപിച്ചു. സംസ്ഥാനത്തെ പല ആശുപത്രികളിലും ആവശ്യമായ ഡോക്ടർമാർ നിലവിലില്ല. പല ഡോക്ടർമാരും 2-3 ഡോക്ടർമാർ ചെയ്യേണ്ട ജോലികൾ ചെയ്യേണ്ട സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് ഡ്യൂട്ടി സമയം ഇനിയും വർദ്ധിപ്പിക്കുന്നത്. ഏത് തരത്തിൽ പ്രതിഷേധം തുടരുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അധികം സംഘടന ഇപ്പോൾ നിലവിലത്തെ തീരുമാനം അനുസരിച്ച് നമ്മൾ ഇന്നൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയും അത് ഇതിന്റെ കുറവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ബാക്കി ജനങ്ങളെ അറിയിക്കുക മാത്രമാണ്. ഇതിനകത്ത് ഈ ഓർഡർ പിൻവലിച്ചില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത ഉള്ള മുറകളിലോട്ട് നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ തുടരുക തന്നെ ചെയ്യും. നമ്മൾ ഒരു വിധത്തിലും നമ്മുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോകുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. തുടർന്നിരിക്കുന്ന സേവനങ്ങൾ അതുപോലെ തന്നെ തുടരുകയും പുതിയ ഓർഡർ അനുസരിച്ചുള്ള രീതിയിലുള്ള സമയക്രമങ്ങളിൽ മാറ്റവും ബാക്കി അധിക ജോലി ഭാരവും എടുക്കാനായിട്ട് സർക്കാർ ഡോക്ടർമാർ തയ്യാറല്ല. അവർ ഇതിനെ ബഹിഷ്കരിക്കുന്നില്ല. നിലവിലുള്ള ഒഴിവുകൾ മുഴുവൻ നികത്തുകയും വർദ്ധിച്ചു വരുന്ന രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്യണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കാനും ഇടപെടൽ ഉണ്ടാവണമെന്ന് ഡോക്ടർമാർ ഓർമ്മിപ്പിക്കുന്നു. സർക്കാർ ഡോക്ടർമാരുടെ ഏക സംഘടനയാണ് KGMOA. അപ്പൊ KGMOA പോലുള്ള സംഘടനയുടെ ഒരൊറ്റ സംഘടനയുള്ളൂ. ആ സംഘടനയോട് ആലോചിക്കാതെ സർക്കാർ ഒറ്റയടിക്ക് ഒരു മുന്നൊരുക്കം ഇല്ലാതെ ഇറക്കിയ ഓർഡറാണിത്. ഇതിൽ പറയുന്നതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള ഡോക്ടർമാരുടെ ഡ്യൂട്ടി ടൈം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് വർഷങ്ങളായിട്ട് നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. നമുക്കറിയാം, ഇപ്പൊ ഇത് ഞങ്ങളെ ഉടുമ്പൻചോല നിയോജക മണ്ഡലമാണ്, ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ് ഉടുമ്പൻചോല. ഇവിടെ ഒരൊറ്റ സർക്കാർ ആശുപത്രിയാണ് സ്പെഷ്യാലിറ്റി ഉള്ളത്. അപ്പൊ ഇവിടെ ഞാൻ പറയുകയാണ്, ഞാൻ സർജനാണ്, ഞാൻ ഇവിടെ ഒറ്റ ഒരാളാണ്. എനിക്കുള്ള ഡ്യൂട്ടികൾ എന്ന് പറഞ്ഞാൽ OP നോട്ടം മാത്രമല്ല, ഇൻപേഷ്യന്റ് IP ഉണ്ട്, കാഷ്വാലിറ്റി ഡ്യൂട്ടി ഉണ്ട്, ഇതുകൂടാതെ സർജറികൾ ചെയ്യണം, ഗവൺമെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. നമുക്കിങ്ങനെ ഒരുപാട് കോഡ് ഡ്യൂട്ടി ഉണ്ട്, VIP ഡ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. ഇതെല്ലാം നമ്മൾ പങ്കെടുക്കണം. പലപ്പോഴും ഈ ജില്ലയിൽ ശരിക്കും നമുക്കറിയാം 100 കിലോമീറ്റർ വരെയാണ് അവിടുന്ന് വരെ വരുന്ന പേഷ്യൻസ്. ഇവിടെ രാവിലെ വരുമ്പോൾ എനിക്കൊരു ഡ്യൂട്ടി ആണെങ്കിൽ അവർക്ക് എന്നെ കാണാതെ മടങ്ങി പോകേണ്ട അവസ്ഥയാണ്. അവിടെ ഡോക്ടറാണ് കുറ്റക്കാരനാകുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾക്കിപ്പോ പുതിയ ബിൽഡിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങിൽ ഇരുന്ന് ജോലി എടുക്കാനായിട്ട് നമുക്ക് ഡോക്ടർമാർ മാത്രം പോരാ, അതുകൂടെ അനുബന്ധ ബാക്കി എല്ലാ സ്റ്റാഫുകളും വേണം. അപ്പൊ ആദ്യം നിലവിലുള്ള പോസ്റ്റുകളെങ്കിലും ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം അത് പോരാ, അത് തികയത്തില്ല. നമുക്ക് 24 മണിക്കൂറും ഇത് ജനങ്ങൾക്കെതിരെയല്ല ഞങ്ങളുടെ സമരം. ഞങ്ങൾ സർവീസ് ഒന്നും മുടക്കാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പൊതുജനങ്ങൾ അറിയണം സത്യം എന്താണെന്ന്. നിലവിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഈ പറയുന്ന ഡ്യൂട്ടി ടൈം വെച്ചിട്ടൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല. നമ്മൾ എമർജൻസി അറ്റൻഡ് ചെയ്യാൻ വരാറുണ്ട്, വാർഡിൽ കിടക്കുന്നവരെ നോക്കാറുണ്ട്, OPയിൽ അങ്ങനെ ഈ പറയുന്ന പോലെ ഫിക്സഡ് ടൈം ആണെങ്കിലും ദൂരെ നിന്ന് വരുന്നവരാണെന്ന് അറിയാവുന്നത് എല്ലാം നോക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ നമ്മളോട് ഇതൊരു എന്താ പറയുക, സർക്കാർ ഒരു പ്രതികാര നടപടി പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് KGMOയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ അതിന്റെ ഭാഗമായിട്ട് ഇടുക്കിയിൽ ഞങ്ങൾ നെടുങ്കണ്ടം താലൂക്ക് പ്രതിഷേധം നടത്തുകയാണ്. ഇത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സർക്കാരിനെ അറിയിക്കുന്നു. പൊതുജനങ്ങളെ ശുശ്രൂഷിക്കാൻ ഡോക്ടർമാർ പ്രതിജ്ഞാബദ്ധരാണെന്നും ഒഴിവുകൾ നികത്താതെ കൂടുതൽ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് ആതുര സേവന രംഗത്ത് സേവനം അനുഷ്ഠിക്കുന്നവർക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. ആശ്വാസകരമാണോ എങ്ങനെയാണ് നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്? മൊത്തത്തിൽ നോക്കിയാൽ തികച്ചും ജനങ്ങൾക്ക് ഇത് പ്രതികൂലമായിട്ടേ വരത്തുള്ളൂ. കാരണം നൈറ്റില് ഇവിടെ ഓൺ കോൾ എടുത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് വന്നാല് പിറ്റേ ദിവസം OPയിൽ എങ്ങനെ വരും, മാനുഷികമായിട്ട് എങ്ങനെ വരാൻ പറ്റും? ആ OP വീണ്ടും മുടങ്ങും. അല്ലെ തന്നെ നമുക്ക് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നു, ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇവിടെ OP മുടങ്ങാറുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇതുപോലെ ഒരു അധിക ജോലിഭാരം കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള നമ്മളെ ജോലിഭാരം കൂടും. അതോടൊപ്പം തന്നെ മാനുഷികമായിട്ട് നമുക്ക് കിട്ടേണ്ട പരിഗണനകൾ ഒന്നും കിട്ടത്തില്ല. മൂന്നാമത് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അത് വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ ആവശ്യം കൂടുതലായിട്ടുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം, കൂടുതൽ ഡോക്ടർമാരെ കൊണ്ടുവരണം, കൂടുതൽ സ്റ്റാഫിനെ കൊണ്ടുവരണം, നഴ്സസിനെ കൊണ്ടുവരണം. അതുപോലെ നമ്മുടെ ആരോഗ്യ വകുപ്പിന് നമ്മൾ ഉയരത്തിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ അത് അമിത ജോലിഭാരം നൽകി നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്തിട്ടല്ല, ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടണം. വരും ദിവസങ്ങളിലും സമരം തുടരാനാണ് സംഘടനയുടെ തീരുമാനം. അതേസമയം ആശുപത്രിയിലെത്തുന്ന പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ ആയിരിക്കും പ്രതിഷേധം നടത്തുകയെന്ന് KGMOA അറിയിച്ചു. AM ന്യൂസ് നെറ്റ്വർക്ക്.
നെടുങ്കണ്ടം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.